ഒരു ചുട്ടുപൊള്ളുന്ന വേനൽ ദിനത്തിൽ ഒരു കാക്ക വെള്ളം അന്വേഷിച്ച് ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. On a hot summer day, a crow was flying over the village in search of water. On a hot summer day, ഒരു ചുട്ടുപൊള്ളുന്ന വേനൽ ദിനത്തിൽ a crow was flying ഒരു കാക്ക പറക്കുകയായിരുന്നു. over the village ഗ്രാമത്തിന് മുകളിലൂടെ in search of water. വെള്ളം അന്വേഷിച്ച്. സൂര്യന്റെ ഉഗ്രമായ ചൂട് കാരണം കാക്കയ്ക്ക് നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. Due to the intense heat of the sun, the crow was very thirsty. Due to the intense heat of the sun, സൂര്യന്റെ ഉഗ്രമായ ചൂട് കാരണം the crow was very thirsty. കാക്കയ്ക്ക് നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. വേനൽക്കാലമായതിനാൽ എല്ലാ കുളങ്ങളും നദികളും വറ്റിയിരുന്നു. As it was summer, all the ponds and rivers were dry. As it was summer, വേനൽക്കാലമായതിനാൽ all the ponds and rivers were dry. എല്ലാ കുളങ്ങളും നദികളും വറ്റിയിരുന്നു. കുറേ നേരം വെള്ളം അന്വേഷിച്ച് പറന്നതിനു ശേഷം ക്ഷീണിച്ച കാക്ക ഒരു മരച്ചില്ലയിൽ പോയിരുന്നു. After flying for a long time in search of water, the tired crow perched on a tree branch. After flying for a long time in search of water, കുറേ നേരം വെള്ളം അന്വേഷിച്ച് പറന്നതിനു ശേഷം the tired crow ക്ഷീണിച്ച കാക്ക perched on a tree branch. ഒരു മരച്ചില്ലയിൽ പോയിരുന്നു. പെട്ടെന്ന് ഒരു കുടം കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു. Suddenly, a pitcher caught the crow's attention. Suddenly, a pitcher പെട്ടെന്ന് ഒരു കുടം caught the crow's attention. കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാക്ക ആവേശത്തോടുകൂടി കുടത്തിനരികിലേക്ക് പോയി. The crow excitedly went to the pitcher. The crow excitedly കാക്ക ആവേശത്തോടുകൂടി went to the pitcher. കുടത്തിനരികിലേക്ക് പോയി. എന്നാൽ അതിന്റെ കൊക്കിന് എത്താൻ കഴിയാത്ത വിധം കുടത്തിലെ ജലനിരപ്പ് വളരെ താഴെയായിരുന്നു. But the water level in the pitcher was too low for its beak to reach. But the water level in the pitcher എന്നാൽ കുടത്തിലെ ജലനിരപ്പ് was too low for its beak to reach. അതിന്റെ കൊക്കിന് എത്താൻ കഴിയാത്ത വിധം വളരെ താഴെയായിരുന്നു. നിരാശനായ കാക്ക ചുറ്റും നോക്കിയപ്പോൾ കുറെ ഉരുളൻ കല്ലുകൾ നിലത്തു ചിതറി കിടക്കുന്നതായി കണ്ടു. The disappointed crow looked around and saw some pebbles scattered on the ground. The disappointed crow looked around, നിരാശനായ കാക്ക ചുറ്റും നോക്കി. saw some pebbles scattered on the ground. കുറെ ഉരുളൻ കല്ലുകൾ നിലത്തു ചിതറി കിടക്കുന്നതായി കണ്ടു. പെട്ടെന്ന് കാക്കയ്ക്ക് ഒരു ബുദ്ധി തോന്നി. Suddenly the crow had an idea. അത് ഉരുളൻ കല്ലുകൾ ഓരോന്നായി പെറുക്കി കുടത്തിലേക്ക് ഇടാൻ തുടങ്ങി. It started picking up the pebbles one by one and dropping them into the pitcher. ഓരോ ഉരുളൻ കല്ല് ഇടുമ്പോഴും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. With each drop of pebbles, the water level rose exponentially. With each drop of pebbles, ഓരോ ഉരുളൻ കല്ല് ഇടുമ്പോഴും the water level rose exponentially. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. കാക്കയ്ക്ക് ദാഹം അകറ്റാൻ പറ്റുന്ന പാകത്തിന് ജലനിരപ്പ് ഉയരുന്നത് വരെ അതിന്റെ ശ്രമം തുടർന്നു. The crow kept trying until the water level rose enough to quench its thirst. The crow kept trying കാക്ക ശ്രമം തുടർന്നു. until the water level rose ജലനിരപ്പ് ഉയരുന്നത് വരെ enough to quench its thirst. അതിന്റെ ദാഹം അകറ്റാൻ പറ്റുന്ന പാകത്തിന്. അങ്ങനെ കുടത്തിന്റെ മുകളിൽ വെള്ളം എത്തിയപ്പോൾ കാക്ക അത് വേണ്ടുവോളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി.
So when the water reached the top of the pitcher, the crow drank enough of it and happily flew away. So when the water reached the top of the pitcher, അങ്ങനെ കുടത്തിന്റെ മുകളിൽ വെള്ളം എത്തിയപ്പോൾ the crow drank enough of it കാക്ക അത് വേണ്ടുവോളം കുടിച്ചു. and happily flew away. സന്തോഷത്തോടെ പറന്നു പോവുകയും ചെയ്തു. ബുദ്ധി വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്യാം. Any obstacle can be overcome if the intellect is used properly. Any obstacle can be overcome ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്യാം. if the intellect is used properly. ബുദ്ധി വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ